ശംസ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളാണ്, വെറും സത്യങ്ങൾ മാത്രമുള്ളതാണ് ശംസ് എന്ന് പറയുന്നത്. അതാണ് അഖിമിസ്സലാത്തല്ലി ദുലൂക്കി ശംസീല വസക്കിൽ ലൈലി എന്ന് പറഞ്ഞത്. അതാണ് ശംസ് എന്ന് പറഞ്ഞാൽ സത്യം മാത്രം, ഹഖീഖത്ത് മാത്രം നമുക്ക് നൽകുന്ന നമ്മുടെ ഉള്ളിലെ സൂര്യൻ. ശംസുൽ ഉലമ എന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണ പണ്ഡിതന്മാരെ കുറിച്ച്. അവര് യാഥാർത്ഥ്യങ്ങളിൽ, വിജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ എത്തിപ്പെട്ട ആളുകളെ കുറിച്ചാണ് ശംസുൽ ഉലമ, ഇൽമിലുള്ള ശംസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ മാത്രം എത്തിച്ചു തരുന്ന, യാഥാർത്ഥ്യങ്ങൾ മാത്രം നമ്മിൽ വ്യക്തമായി കിട്ടുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രമുണ്ടല്ലോ, അതാണ് നമ്മിലെ ശംസ് എന്ന് പറയുന്നത്. ഖമറോ നമ്മെ മറ്റൊന്നിലേക്ക്, വിജ്ഞാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്, നമ്മുടെ ഉള്ളിന്, നമ്മുടെ ബുദ്ധിയാവുന്ന ചിന്തയെ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത്, നമ്മൾ അതിന്റെ വേരുകളിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ് ഖമർ എന്ന് പറയുന്നത്. ഇത് രണ്ടും വിജ്ഞാനം നിങ്ങൾക്ക് ഹസിബ, മതിയായ അത്ര അറിവുകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇതിന്റെയൊക്കെ അവസാനത്തിൽ അതാണ് നിരന്തരമായി അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ശംസും ഖമറും. ആ സന്ദർഭത്തിൽ നെജുമ്, നക്ഷത്രം എന്ന് പറയുന്നത് ആകാശത്ത് കാണുന്നതല്ല. ഇത് വൈജ്ഞാനിക വായനയെ കുറിച്ചുള്ള, മുസ്ലിഹബിന്റെ വൈജ്ഞാനിക വായനയെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ തേടി എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ ഖുർആൻ സംസാരിക്കുന്നത് മുഴുവൻ പദാർത്ഥ തലത്തിലല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാം വൈജ്ഞാനിക തലത്തിലാണ്. നെജ്മ് എന്ന് പറയുന്നത് നമ്മുടെ എന്ന് ഖുർആൻ പറഞ്ഞു. നക്ഷത്രങ്ങൾ കൊണ്ട് അവർ സന്മാർഗം കണ്ടെത്തുന്നു എന്ന് ഖുർആൻ പറയുന്ന നെജ്മ് ഏതാണ്? നമ്മുടെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് മരിച്ച രണ്ടാം ഐൻസ്റ്റീൻ എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് വരെ പറഞ്ഞത്, നിങ്ങൾ കാൽപാദങ്ങളിലേക്ക് നോക്കരുത്, നക്ഷത്രങ്ങളിലേക്ക് നോക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിജ്ഞാനത്തിന്റെ ഉന്നതങ്ങളിലേക്ക് നോക്കാനാണ് പറഞ്ഞത്, ഒരിക്കലും താഴോട്ട് നോക്കരുത് എന്നുള്ള പറഞ്ഞതിന്റെ അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, നെജ്മ്, ഷജറ എന്നുള്ളതും നമ്മൾ ഈ കാണുന്ന ചുറ്റുപാടും കാണുന്ന മരമല്ല. ഒന്ന് ഷജറത്തും ഹബീസത്തുണ്ട്, ഷജറത്തും മലോഹനത്തുണ്ട്. ശപിക്കപ്പെട്ട മരം, ഏതെങ്കിലും ഒരു മരത്തെ അള്ളാഹു പോയി ശപിച്ചതല്ല, മറിച്ച് ശപിക്കപ്പെട്ട മരം എന്ന് പറയുന്നത് വഹുമിന്റെയും ഖയാലിന്റെയും ലെന്നിന്റെയും ഊഹങ്ങളുടെയും ധാരണകളുടെയും തെറ്റായ ഖയാലു സലബി, നല്ല ഖയാലുകളുണ്ട്, തെറ്റായ ഖയാലുകളുണ്ട്. ഇവരെ ഉദ്ദേശിക്കുന്നത് തെറ്റായ ഖയാലുകൾ, നെഗറ്റീവായ ഖയാലുകൾ, തെറ്റായ ഭാവനകളുടെയും ഊഹങ്ങളുടെയും ധാരണകളുടെയും വൃക്ഷമാണ് ശപിക്കപ്പെട്ട മരം എന്ന് പറയുന്നത്. ആ മരത്തോട് സമീപിക്കരുത് എന്നാണ് ആദമിനോട് അള്ളാഹു പറഞ്ഞത്. അപ്പോ ആ ശപിക്കപ്പെട്ട മരമാണ് ഷജറത്തുൽ മൽഊന. അത് നമ്മെ ഛിന്ന ഭിന്നമാക്കി കൊണ്ടുപോകുന്നതാണ്. വൈരുദ്ധ്യങ്ങളിലേക്കും വിവിധങ്ങളായ ആശയങ്ങളിലേക്കും നമ്മളെ തെറ്റിച്ചു കൊണ്ടുപോകുന്നതാണ് ആ മരം. അതുകൊണ്ടാണ് ആ മരത്തെ സമീപിക്കരുത് എന്ന് പറയുന്നത്. മറിച്ച് വേരുകൾ അടിയിൽ ഉറച്ചതും ആകാശത്തേക്ക് ചില്ലകൾ പന്തലിച്ചു നിൽക്കുന്നതും സദാ വിജ്ഞാനത്തിന്റെ കായ്ക്കനികൾ നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു മരമുണ്ട് നമ്മുടെ ഉള്ളിൽ, ഒരു ഷജറത്തുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ ഷജറത്തും നിങ്ങൾക്ക് വിജ്ഞാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും എന്നാണ് നെജ്മു വശജറു യസ്ജുദാൻ എന്ന് പറഞ്ഞത്.